ചെയ്യാൻ പോണത് നല്ല കുടംപുളി ഇട്ട് വെച്ച മീൻ കറിയാണ്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് കൊണ്ട് വെളുത്തുള്ളി, കറിവേപ്പില, എന്തൊക്കെ സാധനങ്ങൾ. അപ്പോൾ നമ്മളത് നോക്കിയിട്ട് പിന്നെ വേറെ സാധനം തക്കാളി ഇട്ട് വെച്ചൊരു കറിയാണ് കേട്ടോ. തക്കാളി പേസ്റ്റ് അതാണ്. അത് നമ്മുടെ ശുദ്ധമായൊരു പാലിട്ടു, സോറി വെളിച്ചെണ്ണ ഇട്ടു. ഈ മീനിൻ്റെ പേര് അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക, ഞങ്ങൾക്കറിയില്ല. പിന്നെ അതിൽ നമ്മൾ ഈ മുറിച്ച് വെച്ച സാധനങ്ങളൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി മൊരിപ്പിച്ചെടുക്കണം. ഫസ്റ്റ് നമ്മളിൽ ഉലുവ, പിന്നെ ആ കുരുവിന് പേരെന്തും കടുക്, പിന്നെ നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഇട്ട് കുറച്ച് നെയ്യ് ഇട്ട് നന്നായി ഇളക്കുക. സോറി എണ്ണ ഇട്ട് നന്നായി ഇളക്കുക. പിന്നെ മുളക്, പിന്നെ ഈ തക്കാളിൻ്റെ ഒരു 3-4 തക്കാളി. പിന്നെ ഗായ്സ് ഇത് എൻ്റെ അനിയത്തിയാണ്. അപ്പോൾ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ ഇട്ട് നന്നായി ഇളക്കണം. പിന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൗഡർ എന്നല്ലേ പറയാ, മല്ലിപ്പൗഡർ. പിന്നെ 2 ടേബിൾ സ്പൂൺ സോറി ഗൈസ്, അറിയാണ്ട് എൻ്റെ വായന്ന് വന്നു പോയതാണ്. 1 ടേബിൾ സ്പൂൺ ഒന്നുമില്ല, കുറച്ച് എന്തെങ്കിലും ആവട്ടെ. അതിൻ്റെ പേരെന്തായിരുന്നു ഉമ്മച്ചി? മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ. പിന്നെ വേണ്ടത് നമ്മുടെ പുളിവെള്ളമാണ്, നല്ല കുടംപുളി പുളിവെള്ളമാണ്. ഫസ്റ്റ് ഞാൻ മണ്ടത്തരം കഴിച്ചു ഗൈസ്, 2 ചെയ്തു. നിങ്ങൾ ശ്രദ്ധിക്കണം, അതായത് പുളി അതിലിടണം. പുളി ഇടാണ്ട് വെച്ചാൽ കാര്യമേ ഇല്ല. അപ്പോൾ നമ്മൾ ഇനി ഇളക്കി അത് മൂടി വെച്ചു. അതിന് സോറി ഗൈസ്, ഞാൻ മറന്നു, ഉപ്പിടണം. അത് 3 സ്പൂൺ ഞങ്ങൾ ഇട്ടു. നിങ്ങൾക്ക് എത്ര വേണ്ടി അത് നിങ്ങൾ ഇട്ടോ, പിന്നെ നമ്മൾ നന്നായി ഇളക്കി അത് താളുന്ന വേറെ ഇളക്കാൻ തുടങ്ങി. എൻ്റെ അനിയത്തിക്ക് ടേസ്റ്റ് ചെയ്യും കൊടുത്തിട്ടുണ്ട് ഞാൻ. അവൾ ഫസ്റ്റ് കൈപൊള്ളി, എന്നാലും അവൾ നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞ് നമുക്ക് മെല്ലെ അത് മൂടി വയ്ക്കേണ്ടി. കണ്ടോ ഗൈസ്, ആ മുളകൊക്കെ മെല്ലെ മെല്ലെ നമ്മുടെ കുറച്ച് കറിവേപ്പിലയൊക്കെ മുറിച്ച് കണ്ടോ ഗൈസ്, അതിൻ്റെ മണം നിങ്ങൾക്ക് അടിക്കില്ലേ? ഒന്ന് നോക്കൂ ഗൈസ്. ഇതിലൊരു ലൈക്ക് സബ്സ്ക്രൈബ് നിങ്ങൾ തരണ്ടല്ല ഗൈസ്. ഇത്ര കഷ്ടപ്പെട്ട് ഉണ്ടാക്കണൊക്കെ കണ്ടിട്ട് ഗൈസ്. അപ്പോൾ നല്ലൊരു സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മൾ അതിൻ്റെ മീനൊക്കെ ഇടുകയാണ് ഗൈസ്. ആ മീനിൻ്റെ ഒക്കെ ഭംഗി നോക്ക്. എന്താ ഗൈസ്, നിങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന കഴിച്ചു നോക്കണം. പിന്നെ നമ്മളത് മൂടി വെച്ചിട്ട് 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അത് 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോഴേക്കും എൻ്റെ അനിയത്തെ എൻ്റെ മോന്ത് കയറി. എന്താ ചെയ്യുക, അവൾക്ക് എൻ്റെ മേലെ തന്നെ കയറാൻ പറ്റില്ല. ഉമ്മച്ചിയൊന്നും എടുത്താൽ അവൾക്ക് സഹിക്കില്ല. പിന്നെ നമ്മൾ തുറക്കുമ്പോൾ ആവിയൊക്കെ വെളി കണ്ട ഉടൻ്റെ കുട്ടി കണ്ട അതിൻ്റെ ഭംഗി കണ്ട ഗൈസ്. പിന്നെ നമ്മൾ എൻ്റെ ഉമ്മച്ചി പറഞ്ഞു ബാക്കി മീൻ വെച്ച് പൊരിക്കാന്ന്. അപ്പോൾ പൊരിക്കാൻ വേണ്ടി ഒരു സിമ്പിൾ മസാല, അത് മുളക് പൊടിയും ഫിഷ് മസാല അങ്ങനത്തെ ഉപ്പൊക്കെ ഇട്ടിട്ട് ചെറിയ മസാല അങ്ങനെ ഉണ്ടാക്കിയല്ലോ. നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ അത് പൊരിക്കാം. പിന്നെ ഞാൻ കൈ തെറിക്കും വേണ്ടി പേടിച്ചിട്ട് ഞാൻ വലിച്ചെറിയാൻ കരിവേപ്പില. പിന്നെ നമ്മൾ ആ മീനൊക്കെ അതിൽ വെച്ച് നന്നായി പൊരിച്ചെടുക്കുകയാണ് ഗൈസ്. നമ്മൾ സിമ്മാക്കിയിട്ട് പൊരിച്ചാൽ പാടില്ല, എന്നാൽ അതിൻ്റെ ഒരു മസാലയൊക്കെ അതിൽ പിടിച്ച് നന്നായി വരില്ല ഗൈസ്. അപ്പോൾ നമ്മളത് മെല്ലെ മറിച്ചിടുകയാണ്. ഈ പണി ഞാനല്ല ചെയ്ത്, എൻ്റെ ഉമ്മയാണ്. വല്ല തെറ്റ് നീ പറഞ്ഞു കൊടുക്ക് ഗൈസ്. അപ്പോൾ എൻ്റെ ഉമ്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കറിവേപ്പില എനിക്ക് ഉണ്ടോ മൊരിഞ്ഞ് അതിൻ്റെ മണമൊക്കെ അടിച്ചിട്ട് മോനെ എപ്പോഴും സാധനം അത്. നിങ്ങൾക്കില്ല വേണമെങ്കിൽ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റൊക്കെ ഇടാം. ഞങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഇട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ ഇടാം കേട്ടോ. പിന്നെ നമ്മളത് മൊരിച്ചെടുക്കുകയാണ്. പിന്നെ നമ്മുടെ മീൻ കറി ആയി അവിടെ. നമ്മൾ മീൻ കറി നോക്കാൻ പോയി. മീൻ കറി ഒരു രക്ഷയില്ല ഗൈസ്, അതിൻ്റെ ടേസ്റ്റ് പറയണ്ടല്ലോ. പിന്നെ എൻ്റെ ഉമ്മ അത് മാറ്റി വയ്ക്കുകയാണ്. നോക്ക്, നല്ല തുമ്പപ്പൂ പോലുള്ള ചോറ്, അതിൻ്റെ ഒരു മീൻ കറി, പപ്പടം, നെല്ലിക്ക, മീൻ പൊരിച്ചത്. എന്ത് നല്ല കോംബോ എന്നറിയത് മോനെ. ഒരു വട്ടമെങ്കിലും കഴിക്കേണ്ട സാധനം. നിങ്ങളിത് കഴിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും പൊട്ട ദിവസമായിരിക്കും അത്. നിങ്ങൾ നന്നായിട്ട് കഴിക്കാൻ പറ്റുന്നൊരു സാധനമാണ് ഈ കറി. എന്ത് ടേസ്റ്റാണെന്നറിയുമോ? പിന്നെ മീനും കുറച്ച് പപ്പടം എടുത്ത് പപ്പടം അതിൽ പൊടിച്ചിട്ടിട്ട് കുറച്ച് മീൻ പിടിച്ച് കഴിക്കുമ്പോൾ സ്വാദേ. കല്യാണത്തിന് പോയിട്ട് ബിരിയാണി ഇട്ടില്ലേ, അതിൻ്റെ കാട്ടി സൂപ്പറാ മോനെ. മസ്റ്റ് ട്രൈ ഐറ്റം. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.